ഹായ് മക്കളെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്ററാണ് സീക്വൻസ് ആൻഡ് സീരീസ്. ഈ ചാപ്റ്റർ മൊത്തം നമ്മൾ എടുക്കുന്നില്ല, പക്ഷേ ഈ ചാപ്റ്ററിലെ മൊത്തം ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരൊറ്റ കണ്ടന്റ് കൊണ്ട് നമുക്ക് ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കൾ 10ാം ക്ലാസ് പഠിച്ചിട്ടില്ലേ സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞ പാഠം? ഈ പാഠം ഓർമ്മയുണ്ടോ? ആദ്യ പദം, പൊതുവ്യത്യാസം എന്നുള്ള കണ്ടന്റ് ഓർമ്മയുണ്ടോ? ആദ്യ പദത്തിനെ നമ്മൾ എഫ് എന്ന് ഡിനോട്ട് ചെയ്തു, പൊതുവ്യത്യാസത്തിനെ നമ്മൾ ഡി എന്ന് ഡിനോട്ട് ചെയ്തു. ഓർമ്മയുണ്ടല്ലോ? ഫസ്റ്റ് ടേം, കോമൺ ഡിഫറൻസ്. ഇതേ ഫോമിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ ഉപയോഗിക്കുന്നതാണ് ആദ്യ പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേമിനെ എ എന്നും, ഇവിടെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് അല്ല, ഇവിടെ ഉള്ളതാണ് കോമൺ റേഷ്യോ. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു ആർ. ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ ഭയങ്കരമായ ഒരു കണക്ഷൻ ഉണ്ട്. ഈ കണക്ഷൻ മനസ്സിലാക്കിയ കുട്ടികൾക്ക് ഈ ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ ഫസ്റ്റ് ടേം x1, ഫസ്റ്റ് ടേമിനെ നമ്മൾ ഡിനോട്ട് ചെയ്ത ഫോമാണ് എഫ്. അത് സെക്കൻഡ് ടേമിലോട്ട് വരുമ്പോൾ എങ്ങനെയായിരുന്നു ഡിനോട്ട് ചെയ്തത്? എഫിൻ്റെ കൂടെ ഡി കൂട്ടുന്നു, എഫ് പ്ലസ് ഡി. മൂന്നാമത്തെ പദാണെങ്കിലോ x3 എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നു എഫ് പ്ലസ് 2d. അങ്ങനെയാണെങ്കിൽ 5ാമത്തെയോ 6ാമത്തെയോ അല്ലെങ്കിൽ 100ാമത്തെയോ പദം വന്നാലോ 100ാമത്തെ പദത്തിനെ എഫ് പ്ലസ് 99d എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടല്ലോ? എഫിൻ്റെ കൂടെ 100 ആണെങ്കിൽ 1 കുറച്ച് 99d എന്ന് പറയും. ഇതേ സംഗതി നമുക്ക് ഈ ചാപ്റ്ററിലോട്ട് കൊണ്ടുവരാം. എങ്ങനെയാണെന്ന് നോക്കിക്കോ. ഒന്നാം പദത്തിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു T1. അവിടെ x1 ആണെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു T1. യാതൊരു മാറ്റവും ഇല്ല, അത് x ആണ്, ഇത് T ആണ്. T1 എന്ന് പറഞ്ഞാൽ നമ്മൾ സീക്വൻസ് GPയിൽ പറയുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറുന്നു? A ആയിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ T2 നോക്കിക്കോളൂ മക്കളെ. ഒന്നാം പദത്തിന് എ, ഒന്നാം പദത്തിനെ കോമൺ റേഷ്യോ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് രണ്ടാം പദം കിട്ടുക എന്ന് പറഞ്ഞാൽ AR. അങ്ങനെയാണെങ്കിൽ മൂന്നാം പദം എന്തായിരിക്കും? ARനെ രണ്ടാം പദത്തിനെ വീണ്ടും 6 കൊണ്ട് ഗുണിക്കുന്നു, AR സ്ക്വയർ. ഇത് രണ്ടും നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കിയ മക്കൾക്ക് ഒരൊറ്റ കണക്ഷൻ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു സംഗതി മാത്രം മതി. എഫ് പ്ലസ് ഡി, എഫ് പ്ലസ് 2d. എ ഉണ്ട്, AR ഉണ്ട്, AR സ്ക്വയർ ഉണ്ട്. ഇവിടെ ഗുണിക്കുന്നു, ഇവിടെ കൂട്ടുന്നു, അവിടെ കൂട്ടി വരുന്നു, ഇവിടെ ഗുണിച്ചു പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ 100ാം പദത്തിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു എഫ് പ്ലസ് 99d. അങ്ങനെയാണെങ്കിൽ ഇവിടെ GP ജിയോമെട്രിക് പ്രോഗ്രഷനിൽ 100ാം പദത്തിനെ എങ്ങനെയായിരിക്കും ഡിനോട്ട് ചെയ്യുക? ഒന്ന് പറഞ്ഞു നോക്കിയേ നിങ്ങൾ. AR raised to 99. കണക്ഷൻ നോക്കിയേ നിങ്ങൾ. 99d, AR raised to 99. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓൾജിബ്രായിക് ഫോമിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു എഫ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച DN പ്ലസ് എഫ് മൈനസ് ഡി, രണ്ടും ഈക്വൽ ആണ്. ഇവിടെ ആണെങ്കിലോ TN എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എഫ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണെങ്കിൽ ഇവിടെ TN എന്തായിരിക്കും? AR raised to n മൈനസ് 1. നോക്കിയേ, കണക്ഷൻ നോക്കിയേ. ഈ AR ഫോമിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഏത് ക്വസ്റ്റ്യന് ചെയ്യാൻ പറ്റും. ഒന്ന് ഈ കണക്ഷൻ നിങ്ങൾ നോക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ സമാന്തര ശ്രേണിയുടെ അതേ രീതിയിൽ അതേ ഫോർമാറ്റിലുള്ള വേറൊരു സീക്വൻസിനെ വിളിച്ച പേരാണ് ജിയോമെട്രിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ ജിയോമെട്രിക് സീക്വൻസ്. GP നമ്മൾ വിളിക്കുന്നു.